പ്രിയപ്പെട്ടവരെ, ഈ നീതി തേടി എന്ന നടരാജ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു തിരുവോണ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ഈ നടരാജ് ഷോയിലൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും നമ്മൾക്ക് നൽകിയിരിക്കുന്നത് സ്നേഹമാണ്. എല്ലാം നല്ലതിനായി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വച്ച് നമ്മൾക്ക് ധാരാളം ഗുരുക്കന്മാരെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വരികളിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ കൊണ്ടുപോവുകയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖമായി വരേണം. അത് ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതും ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളത് ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ വളരെ ഏറെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനു സുഖമായി വരേണം. അവരനു സുഖമായി വരേണം. അവരനു സുഖമായി വരേണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനു സുഖമായി വരേണം. അവരനു സുഖമായി വരേണം. ഇത് ഗുരുദേവൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ തന്നെ നമ്മളുടെ യേശുദേവൻ, അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ അന്യോന്യം ചെയ്യുവിൻ. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞു കൊടുത്തത്, ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യുവിൻ. അതൊരു നല്ല സന്ദേശമാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ ക്രിസ്തുദേവൻ കഴുകിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം, അതും നമ്മളുടെ ഈ ഭൂമിയിൽ മനുഷ്യർ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകം ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അല്ലാത്തുള്ള ആളുകളായാലും ഇതൊക്കെ ഓർമ്മയിൽ വരണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിലൊരു കാര്യം പറയുന്നുണ്ട്. ധീരനായ ഒരു യോദ്ധാവിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുവാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വിരോധവും വിദ്വേഷവുമായിട്ട് പക തീർക്കുവാൻ വേണ്ടി ശത്രുതയോടുകൂടി നമ്മുടെ നേരെ വരുന്ന ഒരു യോദ്ധാവിനോട് അവിടെ ഭയങ്കര പ്രയാസമാണത്. കാരണം അങ്ങനെയുള്ള ഒരു ധീരനായ യോദ്ധാവിനോട് അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുവാനാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കുവാൻ പോകുന്നതും നല്ലതിന്. അപ്പം ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങളും സ്നേഹമാണ്. എല്ലാ മതങ്ങളും മനുഷ്യരും എപ്പോഴും പരസ്പര സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യതയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കിവിടെ പോലീസിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. പോലീസ് സ്റ്റേഷനേ വേണ്ട, ജയിലുകളും വേണ്ടിവരില്ല. അപ്പം മനുഷ്യരിതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നത് കാരണമാണ് ഇവിടെ ഇപ്പോൾ
നമ്മളുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമികുലുക്കം, സുനാമി, ഉരുളുപൊട്ടൽ, പ്രളയം, മേഘസ്ഫോടനം, ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യർ വളരെ മോശമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രകൃതി ഇവിടെ വിരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അധികാരത്തിൽ പോയിട്ടുള്ള നമ്മളുടെ സർക്കാർ നന്നായാൽ ഇവിടെ എല്ലാം നന്നാവും. അതിൻ്റെ കാരണം ഭരിക്കുന്ന ഭരണകർത്താക്കൾ സത്യസന്ധമായി ഭരിച്ചാൽ ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഭരിക്കും. അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും കുതികാലുവെട്ടും കള്ളത്തരങ്ങളും എല്ലാ തോന്നിവാസങ്ങളും സർക്കാർ ചെയ്താൽ, അത് മന്ത്രി ചെയ്താലും MLA ചെയ്താലും മുഖ്യമന്ത്രി ചെയ്താലും ആര് ചെയ്താലും അവിടം കൊണ്ട് തകരുകയാണ് നമ്മളുടെ ഭരണ സംവിധാനം. ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് തോന്നിയതുപോലെ ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ED എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓരോ ഭരിച്ചിട്ടുള്ളവരുടെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വീടുകൾ കയറി ഇറങ്ങി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെയും ബഹുമാനപ്പെട്ടതെന്ന് പറയുവാൻ സാധിക്കില്ല, പറയരുത്. അപ്പോൾ നല്ലൊരു സർക്കാരാണെങ്കിൽ ജുഡീഷ്യറിയിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ട് ഗുരുതരമായ വീഴ്ചകൾ വരുത്തി പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി പിരിച്ചുവിട്ട് ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുവാനായിട്ടുള്ള ആർജവം നമ്മുടെ സർക്കാർ കാണിക്കണം. അവിടെയാണ് ഒരു നല്ല സർക്കാർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ കുറിച്ച് ഓരോ നിയമസഭയിലും ചോദ്യോത്തര സമയത്ത് പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഏതൊരു സർക്കാരും ആ സർക്കാരിന് സത്യസന്ധമായിട്ട് ഭരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഈ പോലീസിനെ ബഹിഷ്കരിക്കുകയാണ്. എനിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളായിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭരണ സംവിധാനം, ജനങ്ങൾ, ജനാധിപത്യം ഇതെല്ലാം തകരും. അപ്പോൾ അത് പഞ്ചായത്തിലായാലും വില്ലേജ് ഓഫീസിലായാലും താലൂക്കിലായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും സകല തോന്നിവാസങ്ങളും കാണിക്കും. അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും MLA-മാരും MP-മാരും സത്യസന്ധരായി ഭരിക്കണം. അപ്പം അതിനൊരു ഉദാഹരണം നമ്മളുടെ മുമ്പിലുണ്ട്. ഏതാനും നാളുകൾ, ഏതാനും ചെറിയ മാസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന നമ്മുടെ ജോസഫ് വിജയ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സിനിമാ രംഗത്തു നിന്നാണ് വന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെല്ലാം അദ്ദേഹത്തിനെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വരെയുള്ള കാര്യമാണ്, നാളെ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ കണ്ട് ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ കണ്ടുപഠിക്കണം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം, ഇവിടെ അനുദിനം കൗമാരപ്രായത്തിലുള്ള ചെറുപ്പക്കാരെ, പിള്ളേരെ ക്രിമിനലുകളായിക്കൊണ്ട് കഞ്ചാവ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, രാസലഹരി, അങ്ങനെ ഏതെല്ലാം ഓമന പേരിൽ അറിയപ്പെടുന്ന എല്ലാ ലഹരി വസ്തുക്കളുടെയും വിൽപ്പനക്കാരും അത് ഉപയോഗിക്കുന്നവരും
ഇങ്ങനെ അവർ ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പിള്ളേരെല്ലാം പിടിച്ച് ജയിലുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാകും? എങ്ങനെ നല്ലൊരു ഭരണമെന്ന് പറയാൻ പറ്റും? ഓരോ വീടുകളിൽ മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, 13 വയസ്സ് പ്രായമുള്ള ഒരു ബാലിക 65 വയസ്സുള്ള ഒരു മുത്തച്ഛനെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, കൊല്ലിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മളുടെ ഇവിടെ നടക്കുന്നത്? ഒരു വീട്ടിലുള്ള 4-5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യുന്നു. നേരം വെളുക്കുമ്പോൾ ആ വീട്ടിൽ അച്ഛനും മക്കളും അമ്മയും തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരെ, നാണമില്ലാത്തവന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഇതിൻ്റെ കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? പരിശോധിക്കുന്നുണ്ടോ? അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നിങ്ങൾ എന്താ സത്യത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ടതെന്ന് പറയാൻ ലജ്ഞ തോന്നുന്നു. മനസ്സിലായില്ലേ? ഓരോ കുടുംബങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വളരെ വിചിത്രവും ഭയാനകവുമാണ്. പിള്ളേരെയൊക്കെ അവർക്ക് കാശ് വേണം. ആർഭാടമായ ജീവിതങ്ങൾ കാണുമ്പോൾ പിള്ളേരൊക്കെ അതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പൈസ വേണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട ഭരണകർത്താക്കളെ? നമ്മളുടെ പിള്ളേരെ അവർക്ക് ജോലി ചെയ്യുവാനുള്ളൊരു സാഹചര്യം ഇവിടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ വിദ്യാഭ്യാസങ്ങൾക്കനുസരിച്ചുള്ള തൊഴിൽ ചെയ്യുവാനുള്ള സംവിധാനം നിങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് സമാധാനമായി ജീവിക്കുവാനുള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നാണം കെട്ട ഭരണകർത്താക്കളെ, നിങ്ങളത് ചെയ്യുന്നുണ്ടോ? അവർക്ക് സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള നല്ല അന്തരീക്ഷമുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് എത്ര കുടുംബങ്ങൾ ചേരികളിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? നോക്കിയാൽ നമുക്ക് അറപ്പ് തോന്നും, കഷ്ടം തോന്നും. അങ്ങനെയുള്ള ചേരികളിലൊക്കെ മനുഷ്യരും മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാവോ? അവരുടെയൊക്കെ വോട്ട് മേടിച്ച് അധികാരത്തിൽ പോയി നിങ്ങളൊക്കെ സുഖിച്ച് എല്ലാം മതിച്ച് അറുമാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഇന്ന് സുഖമായി ജീവിക്കല്ലേ? അല്ലേ? എന്താ ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ? നിങ്ങൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൻ്റെ ഒരു മുഖച്ഛായ കണ്ടായിരുന്നു. ആ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇരിക്കുന്നു. ഒരു വകുപ്പ് മന്ത്രി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി ഒരു കശവുമുണ്ടുമായിട്ട് ഒരു മനുഷ്യൻ, ആരുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ കയറി ചെല്ലുകയാണ് ആ വേദിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ ആദരിക്കാൻ വേണ്ടി. ആ ചെന്ന മനുഷ്യനെ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. പോലീസുകാരൻ വന്ന് പിടിച്ചുകൊണ്ടുപോയി. താൻ നിൽക്കണ്ട, പൊക്കോ എന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടപ്പോൾ ആ പോലീസുകാരൻ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അടുത്തിരുന്ന മുഖ്യമന്ത്രി, അപ്പുറത്ത് നിന്നിരുന്ന ഒരു സ്ത്രീ അവിടെ നിന്നപ്പോൾ ഇവിടെ വന്നിരിക്കൂ എന്നും പറഞ്ഞ് അടുത്ത് കിടന്ന ചെയറിൽ ഇരിക്കുവാൻ പറഞ്ഞ ആ സ്ത്രീ അവിടെ ഇരിക്കുന്നു. മനുഷ്യ, മന്ത്രി, ജനാധിപത്യം അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. ജനാധിപത്യം അവിടെ പരാജയപ്പെടുകയാണ്. നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, എന്നിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ലംഘനമാണ് മന്ത്രി നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സത്യപ്രതിജ്ഞ ലംഘനമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സത്യപ്രതിജ്ഞ വായിച്ചുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കുന്ന നിങ്ങൾ ചെയ്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. അപ്പൊ അങ്ങനെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു നിയമം ഇവിടെ പാസ്സാക്കണം. അതാണ് ജനാധിപത്യം. ഞാൻ പറയുന്നു, എൻ്റെ ഷോയിൽ കൂടി ഞാൻ പറയുന്നു, സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു MLA യോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ MP യോ നിയമവിരുദ്ധമായിട്ട് ജനങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ
നിങ്ങളെ ഡിസ്മിസ് ചെയ്യാൻ, പറഞ്ഞ് പുറത്താക്കാൻ ഒരു നിയമം നിങ്ങൾക്ക് പാസ്സാക്കാൻ സാധിക്കുമോ? ഞാൻ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ചോദിക്കുകയാണ്. നിങ്ങൾ ആരാ ഇവിടുത്തെ? ഒരു മനുഷ്യൻ ഒരു വേദിയിൽ തൻ്റെ മന്ത്രിയെ ആദരിക്കുവാൻ അദ്ദേഹം ബഹുമാനത്തോടുകൂടി ഒരു കശവും കൊണ്ടുമായിട്ട് വരികയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ പുച്ഛിച്ച് പുറത്തേക്ക് പോകാൻ പറഞ്ഞില്ലേ? ഞാൻ ആ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഷോയിൽ കൂടി ഞാനത് കാണിക്കുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? ജനാധിപത്യത്തെ നിങ്ങൾ കശാപ്പ് ചെയ്യുകയാണ്. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് 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 നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നിങ്ങൾ 5 വർഷം 10 വർഷം മാറി മാറി ഭരിച്ച് 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 ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ നല്ലൊരു ഭരണകർത്താവല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങളും. അറിയാവോ? ഇന്നിപ്പോൾ കേരള മന്ത്രിസഭയിലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തുഫാൻ ഇവിടെ നടത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ തുഫാൻ അത് വിജയിക്കണമെങ്കിലുണ്ടല്ലോ, അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുവാൻ ബഹുമാനപ്പെട്ട ചെന്നിത്തലയ്ക്ക് കഴിയണം. അത് കഴിയാത്തോളം കാലം നിങ്ങളുടെ തുഫാൻ വിജയിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ പിടിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കിലോ കണക്കിന് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ നിങ്ങളുടെ കയ്യിലുണ്ട് കണക്ക്. നിയമസഭയിൽ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓരോ കണക്കുകൾ നിങ്ങൾ പറയാറുണ്ട്. അത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാറി വരുന്ന സർക്കാരുകൾ അങ്ങനെയുള്ള ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുന്നില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടേതായിട്ടുള്ള ആ സിമ്പതിക്ക് വേണ്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉദ്യോഗസ്ഥന്മാരെ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഞ്ചനയാണ്. പിന്നെ എങ്ങനെയാ ഓപ്പറേഷൻ തുഫാൻ വിജയിക്കും? നിങ്ങൾ ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. കുറേ പേരെ പിടിക്കുന്നുണ്ട്, കുറേ പേരെ റിമാൻഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ സമാധാനമില്ല, സന്തോഷമില്ല. അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവിതം ഇവിടെ വളരെ ഭയാനകമാണ്, വളരെ മോശമാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കാണുമ്പോൾ പോലീസുകാരെല്ലാം സല്യൂട്ട് അടിക്കും, വേണമെങ്കിൽ അവരുടെ അണ്ടർവെയർ വേണമെങ്കിൽ എടുത്ത് കക്ഷത്ത് വെച്ച് തൊഴുതുകൊണ്ട് നിൽക്കും. നിങ്ങൾക്കത് മതി. പക്ഷേ ജനങ്ങൾക്ക് അതല്ല വേണ്ടത്. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന, ഞാൻ ഡി ജി പി കാണിച്ചിരിക്കുന്ന നിയമവിരുദ്ധമായ ഒരു പ്രവർത്തിക്കെതിരെ ഞാൻ തെളിവ് തരാം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക്. അയാളെ പുറത്താക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഞാൻ തരാം. DGPക്ക് അയാൾ കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തിക്ക് തെളിവുകൾ സഹിതം ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ ഞാൻ തെളിവ് തരാം. അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണ്ട, ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ സാധിക്കില്ല. ഇവിടെ ഏതൊരു പരാതി ഒരു സാധാരണക്കാരന് അങ്ങോട്ട് അയച്ചാലും ആ പരാതികളൊക്കെ ഓരോ സെക്ഷനിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഈ പിടിപണി ചെയ്യുന്ന അവരുടെ ഏജന്റന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഉണ്ട്. അത് ആഭ്യന്തര വകുപ്പിലുമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, ധനകാര്യ വകുപ്പ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പിടിപണി ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥന്മാരവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താ ചെയ്യണമെന്നറിയാവോ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്നും മറുപടി കൊടുക്കില്ല. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തിനുള്ളിലെങ്കിലും മറുപടി കൊടുക്കുവാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. അതാണ് സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് ഞാൻ പറയുന്നത്. ആരായാലും, അത് ഇമെയിൽ വഴിയായാലും തപാൽ വഴിയായാലും ഒരു പൗരൻ ഒരു പരാതി തന്നു കഴിഞ്ഞാൽ
ആ പരാതിക്ക് നിങ്ങൾ ഒരു 14 ദിവസത്തിനുള്ളിലെങ്കിലും മറുപടി കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതാണ് സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്ത് കയറിയിരിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തു. അതുപോലെ നിങ്ങൾ മുഖ്യമന്ത്രി, നിങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾ പൊതുജന സന്ദർശനത്തിന് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെച്ചിട്ടുള്ള ആ സമയത്ത് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയുള്ള ആളുകൾ നിങ്ങളെ കാണുവാനോട് വരുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന ആളുകളെല്ലാവരും നിരാശയോടുകൂടി അവർ മടങ്ങിപ്പോണം. ഞാനും നിങ്ങളെ കാണുവാൻ വന്നു. ഞാനും അവിടെ വന്നപ്പോൾ 8:30 മണി രാത്രിയോടുകൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്താ കാരണം എന്നറിയാമോ? മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയെന്നാണ് മറുപടി കിട്ടിയത്. അങ്ങനെ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോവുകയാണെങ്കിൽ തലേ ദിവസമേ വാർത്ത കൊടുക്കണം. ആകാശവാണിയിലൂടെ ആണെങ്കിലും പത്രങ്ങളിലൂടെ ആണെങ്കിലും മറ്റ് ഏത് ചാനലിലൂടെ ആണെങ്കിലും ഇന്ന കാരണത്താൽ മുഖ്യമന്ത്രിയെ ഇന്ന ദിവസം സന്ദർശിക്കുവാൻ സന്ദർശകരെ സ്വീകരിക്കുന്നതല്ല, ഇന്ന കാരണത്താൽ ഇന്ന കാരണം പറയണം, ഇന്ന കാരണം കൊണ്ടാണ് ഡൽഹിക്ക് പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയത് കൊണ്ടാണ് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അറിയിക്കണം, പൊതുജനങ്ങളെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ ജനങ്ങൾ അങ്ങോട്ട് വരില്ല. ഇങ്ങനെ അറിയിക്കാതെ കണ്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയെ കാണുവാൻ വരുന്ന ജനങ്ങൾ അവിടെ വന്നിട്ട് പട്ടി കടപ്പുറത്ത് പോയ പോലെ തിരിച്ചു പോന്നെ. ഞാനും അങ്ങനെ വന്നതാ. അതിന്റെ വീഡിയോ വേണേൽ ഞാൻ കാണിച്ചു തരാം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇത് നമ്മൾ എന്ത് നിങ്ങളോടൊക്കെയുള്ള ബഹുമാനങ്ങൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവനാ. ഞാനൊരു പരാതി തന്നു മുഖ്യമന്ത്രിക്ക്, മെയിൽ വഴി അയച്ചു, ഒരു മറുപടി വന്നിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? നിങ്ങളുടെ ഓഫീസൊന്നും സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഓഫീസൊന്നും സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. തെളിവ് തരാം ഞാൻ. അപ്പൊ ഇതെല്ലാം ഈ ആളുകളെ ഇങ്ങനെ ഒരു കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാട്യം കാണിക്കുകയാണ്. ഒരു വേദിയിൽ ഏതെങ്കിലും ഒരു വല്യച്ഛനെയോ ഒരു വല്യമ്മയെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് കൊണ്ടൊന്നും നല്ലൊരു ഭരണകർത്താവില്ല. അതൊക്കെ ചെയ്യണം, അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു നല്ല ഭരണകർത്താവില്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണുവാനുള്ള മനസ്സ് വേണം. നിങ്ങളെയൊക്കെ കാണുവാനായിട്ട് വരുന്ന ആൾക്കാരെ കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. അവരോടൊന്നും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അവരോടൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും വന്നിരിക്കുന്നത്. അവരോടും സ്നേഹമായിട്ട് പെരുമാറണം. അപ്പൊ നിങ്ങൾ ഈ ഗാന്ധിസം, ഞാനൊരു ഗാന്ധിയനാ, പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, BJP-കാരനുമല്ല, പക്ഷെ ഞാനൊരു ഗാന്ധിയനാ. പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, ഈ ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ എടുത്ത് നമ്മളുടെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ഈ പ്രകടനങ്ങൾ നടത്തി ആളുകളെ പറഞ്ഞ് വശത്താക്കി വോട്ട് മേടിച്ചിട്ട് അധികാരത്തിൽ ചെന്നിട്ട് തോന്നിയതുപോലെ ചെയ്താലുണ്ടല്ലോ, ഈ വചനം എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര പവറുള്ള സാധനമാണ്. കൊടുമഗ്നിയാണ് വചനം എന്ന് പറയുന്നത്. അതെടുത്തിട്ട് കളിച്ച് അധികാരം മേടിച്ച് അധികാരത്തിൽ പോയിരുന്നിട്ട് തോന്നിയതുപോലെ ചെയ്താലുണ്ടല്ലോ, ജനങ്ങളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, ആ വചനം എന്ന് പറയുന്ന ആത്മീയാൽ എരിഞ്ഞടങ്ങേണ്ടി വരും. നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാനും നടക്കാനും പറ്റില്ല. അത്രയ്ക്ക് പവറുള്ളതാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. അതെടുത്തിട്ട് പണിയല്ലേ? അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം നിങ്ങൾ അത് സുതാര്യമായ രീതിയിൽ, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഭരിച്ച പിണറായി വിജയന് എതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ അതിന് വിപരീതമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പലതും നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മദ്യത്തിന്റെ കാര്യത്തിൽ, ലോട്ടറിയുടെ കാര്യത്തിൽ, ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റണം, നിങ്ങളുടെ ശൈലി മാറ്റണം. മാറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രതികരിക്കുന്ന അവനെ ഉന്മൂലനം ചെയ്ത് കൊന്നുകളഞ്ഞ് ജയിലിൽ അടച്ച് കള്ളക്കേസ് എടുപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയണേ. മനസ്സിലായോ? നിങ്ങൾക്ക് അധികാരത്തിമർപ്പില്ല. അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ 10 കൊല്ലം ഭരിച്ച ആളിനെ പോകാഞ്ഞിട്ടാണ് ഇന്ന് ഈ അവസ്ഥ അയാൾക്കുണ്ടായിരിക്കണത്. അത് കയറിയിരിക്കുന്ന ആൾക്കാർ അത് തന്നെ കാണിക്കണമെങ്കിൽ അല്ലേ?
അപ്പോൾ ഇതൊക്കെ വളരെ മോശമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ സൗജന്യ യാത്ര നടത്തിയിട്ടില്ലേ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നല്ല കാര്യമാണ്, നിങ്ങളത് ചെയ്തതിൽ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നത് പോലെ ആ സൗജന്യ യാത്ര സുതാര്യമായ രീതിയിൽ നടക്കുന്നില്ല. നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാര്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന സഹോദരിമാര്, അമ്മമാര്, പെങ്ങന്മാര്, അവരൊക്കെ തിങ്ങി ഞെരുങ്ങി ഇടിയും ചവിട്ടും തൊടിയും കൊണ്ടാണ് അവരൊക്കെ ഉപജീവനത്തിന് വേണ്ടി രാവിലെ ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. ഇത് നമ്മളുടെ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കണ്ണില്ലേ കാണാൻ? കണ്ണില്ലേ? കൂടുതൽ വാഹനം ഇറക്കണം. അവിടെ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ച കാര്യത്തിലൊക്കെ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇലക്ഷന് മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ യാത്ര. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ യാത്ര. മനസ്സിലായോ? അത് നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. അപ്പോൾ ഈ ആശയക്കുഴപ്പം വായിൽ വന്നത് കോതക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ സൗജന്യ ഈ സർവീസ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പല കണ്ടക്ടർമാര്, ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഇതിന്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളെന്ന് മനസ്സിലാക്കണം. പല കണ്ടക്ടർമാരും, എല്ലാവരും അല്ല, പല കണ്ടക്ടർമാരും സീറോ ടിക്കറ്റൊക്കെ അടിച്ച് അവർക്ക് പറ്റിയ ആണുങ്ങൾക്കും കൊടുക്കുകയാണ്. വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതിലല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ കുറേ കാര്യങ്ങൾ വാരിക്കോരി പറഞ്ഞ് ചെയ്യുന്നതിലല്ല കാര്യം, അതെങ്ങനെ ചെയ്യുന്നോ അതിലാണ് കാര്യം. നിങ്ങൾ വലിയ പണ്ഡിതനായിരിക്കാം, നിങ്ങളൊക്കെ വലിയ മഹാന്മാരായിരിക്കാം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ വോട്ടുകൾ ചെയ്യുന്ന ഞങ്ങളൊക്കെ വെറും പുഴുക്കളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം, സമ്മതിച്ചു. പക്ഷെ ജീവിക്കുവാനും ഇവിടെ പറയുവാനുമുള്ള ഒരു അവകാശം ജനിച്ചു പോയതിൻ്റെ പേരിൽ ഞങ്ങൾക്കും ഇല്ലേ ആശാന്മാരെ? ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടെന്ന് വിചാരിച്ച്, ഞങ്ങൾ തന്നിരിക്കുന്ന അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്തും ഞങ്ങളെയൊക്കെ ചെയ്യാം, എന്തും കാണിക്കാം, ഏത് രീതിയിലും മാനസികമായിട്ട് പീഡിപ്പിക്കാം, ശാരീരികമായിട്ട് ഉപദ്രവിക്കാം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലേ എല്ലാ കാലത്തും എല്ലാം നടക്കില്ല. ദൈവം തമ്പുരാൻ അതുകൊണ്ടാണ് ഈ സുനാമിയും ഈ മേഘസ്ഫോടനങ്ങളും ഈ ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കും നാളെ സംഭവിക്കും. മനസ്സിലാക്കൂ. പ്രവൃത്തി നന്നായിരിക്കണം. മനുഷ്യരോടൊക്കെ കരുണയായിട്ട് പെരുമാറും. എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ആ തമിഴ്നാട്ടിലെ ആ മുഖ്യമന്ത്രി ചെയ്യുന്നത്, അല്ലേ? അത് കണ്ടുപഠിക്കും നിങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം നന്നാവുക. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരുമകന്റെ വീട്ടിലുമൊക്കെ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഒരു നല്ല സത്യസന്ധനായ ഒരു ഭരണാധികാരിയുടെ വീട്ടിലൊന്നും ഒരു റെയ്ഡ് നടക്കില്ല സേനെ. ആരും നടത്തില്ല. ജനങ്ങളെന്നും പൂജിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഏതവൻ്റെയും ഏത് തോന്നിവാസം കാണിക്കുന്നവൻ്റെയും ഓരോരുത്തർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഓരോ പ്രതിമളം ഉണ്ടാക്കി അവിടെ വെക്കും. അത് നിങ്ങളുടെ അധികാരത്തിൻ്റെ പവറാണ് കാണിക്കുന്നത്. ജനഹൃദയങ്ങളിൽ ഒരു പ്രതിമയും വേണ്ട. ഇതെല്ലാം സുനാമിയും പ്രളയവും ഭൂമി കുലുക്കം വരുമ്പോൾ ഒഴുകി പോവുക. ആ ആളുടെ പേരിൽ പാവപ്പെട്ട 10 കുടുംബത്തിന് മരുന്ന് മേടിക്കാനുള്ള കാശും കിടക്കാൻ കിടപ്പാടം ഇല്ലെങ്കിൽ ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് ആ വീട്ടിൽ വെക്കുവാണെങ്കിൽ അത്രയും വലിയ പുണ്യം വേറെയില്ല. ലക്ഷങ്ങൾ മുടക്കി ഒരാളുടെ പേരിൽ പ്രതിമ ഉണ്ടാക്കി വെച്ച് സുനാമി വരുമ്പോഴും കൊടുങ്കാറ്റ് വരുമ്പോഴും അതങ്ങോട്ട് പോയി നശിപ്പിച്ച് കളയുക. അങ്ങനെയല്ല വേണ്ടേ. നല്ലൊരു നേതാവ് എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ അത് സാമാന്യം ഒന്നും മനസ്സിലാക്കി ചെയ്യുക. മനസ്സിലായില്ലേ? സമാധാനപരമായിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ളൊരു സാധ്യത ഉണ്ടാക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. അവരെയൊക്കെ ക്രിമിനൽ മൈൻഡിലേക്ക് പറഞ്ഞു വിടല്ലേ.
ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്ന് പറയാറുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെയൊക്കെ പേരിൽ കള്ളക്കേസ് എടുപ്പിക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യല്ലേ. നിങ്ങളുടെ നന്മയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും നമ്മളുടെ കേരളത്തിൻ്റെ പൊതു വികാരത്തിനും മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഷോയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടല്ല. അധികാരം എന്ന് പറയുന്നത് അത് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് നീതിമാനായ യഹൂദന്മാരുടെ രാജാവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹം വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഇന്നും നീതിമാനായ രാജാവെന്നും നീതിമാനായ ദൈവപുത്രനെന്നും സ്നേഹവാനായ കർത്താവെന്നും ഒക്കെ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും ആരാധിക്കുന്നതും എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളുടെ ഭൂമിയിൽ മഹാനായ സോക്രട്ടീസ്, യേശുക്രിസ്തു, ശ്രീനാരായണ ഗുരുദേവൻ, മുഹമ്മദ് നബി തിരുമേനി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളുടെ മൺമറിഞ്ഞു പോയവർ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മൾ നല്ലത് ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ വായിൽ കിടക്കുന്ന നാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും ഉപദ്രവിക്കാതിരിക്കാനും വേദനിപ്പിക്കാതിരിക്കാനും അവരെ സ്നേഹമായിട്ട് തന്നോട് ചേർത്ത് നിർത്തി പരസ്പരം സ്നേഹത്തോടും സമാധാനത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുവാനാണ് എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ മത ആചാര്യന്മാരൊക്കെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യങ്ങളാണ്, നമുക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭരണകർത്താക്കൾക്ക് ഇത് തിരിയുന്നില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓരോ വചനങ്ങൾ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും നല്ല പാണ്ഡിത്യത്തോടുകൂടി ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു നേതാവിനെ, ഒരു പാസ്റ്ററെ ഞാൻ കണ്ടിട്ടില്ല. അതിലും മനോഹരമായാണ് അദ്ദേഹം ബൈബിളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പല പ്രസംഗവും അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ബൈബിൾ എന്ന് പറയുന്ന ആ വചനം എന്ന് പറയുന്ന ആ വിത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭരണം വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? നല്ല കാര്യമാണോ വചനങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും നമ്മളത് സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്യണതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ നല്ലൊരു ഭരണാധികാരിയുടെ ലക്ഷണമാണ്. പക്ഷെ ഭരണത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജനങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവ് എനർജി എല്ലാ ജനങ്ങളിലേക്കും എന്തുകൊണ്ട് വരുന്നില്ല? അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്. നമ്മുടെ സംസ്ഥാനം ഇന്ത്യ എന്ന് പറയുന്നതിൽ ഒരു സംസ്ഥാനമായ കേരളം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ ജനിച്ച് കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കുക. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കണമെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസ് എടുത്തിട്ട് ശുദ്ധീകരണം വരുത്തണം. നമ്മുടെ ഒരു വീട് മോശമായാൽ നമ്മൾ പെയിൻ്റ് അടിക്കും, അടിച്ച് കഴുകി വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആ കുടുംബത്തിൽ കയറി താമസിക്കുന്നത്, അല്ലേ? അതുപോലെ നിങ്ങൾ ശുദ്ധീകരണം വരുത്തൂ. നിങ്ങൾ മാതൃകയോടുകൂടി നിങ്ങൾ ജനങ്ങൾക്ക് നിങ്ങളുടെ ഭരണം കാണിച്ചു കൊടുക്കൂ. നിങ്ങളും ജനങ്ങളെ അംഗീകരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ കണ്ടുപിടിക്കൂ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു സതീശൻ മുഖ്യമന്ത്രി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ നല്ല ഭരണം കാണാനും അനുഭവിക്കാനും വേണ്ടി കാത്തിരിക്കുക. നമ്മൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ജുഡീഷ്യറി ഉൾപ്പെടെ ഇവിടെ ഇന്ന് ജുഡീഷ്യറിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമോ? വളരെ ഗുരുതരമാണ്. ചില ഉദ്യോഗസ്ഥന്മാർ, ചില മജിസ്ട്രേറ്റ്
വക്കീലന്മാരോടുള്ള സിമ്പതി കൊണ്ട് വക്കീലന്മാരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി നിരപരാധിയായിട്ടുള്ളവരുടെ പേരിൽ രഹസ്യ വാറണ്ട് ഇടുന്നു. രഹസ്യ വാറണ്ട് ഇട്ട് കൊടുത്ത് സന്തോഷിക്കുന്നു. ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളുടെ കയ്യിൽ പരാതി സ്വീകരിക്കണം. നിങ്ങൾ പരാതികൾ ജുഡീഷ്യറിയിലായാലും പോലീസിലായാലും വില്ലേജിലായാലും താലൂക്കിലായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായാലും ഏത് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ ചെയ്താൽ അത്തരത്തിലുള്ള പരാതികൾ നിങ്ങൾ സ്വീകരിച്ചിട്ട് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവരുടെ പേരിൽ കർശനമായ നടപടി നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ അത് അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവരത് ആസനത്തിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ നടപടിയൊന്നും ഉണ്ടാവില്ല. അവർ സീറ്റിനടിയിൽ വെച്ചുകൊണ്ടിരിക്കും, നടപടി ഉണ്ടാവില്ല. കള്ളൻ്റെ കയ്യിലാണ് താക്കോൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും സുതാര്യമായ രീതിയിൽ ഭരിക്കുകയും പ്രവർത്തിക്കുകയും ഇങ്ങനെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പരാതി സ്വീകരിക്കുകയും ആ പരാതി ഒരു പൊതുജന സമ്പർക്കമായിട്ടോ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു മന്ത്രി അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ജനസമ്പർക്ക പരിപാടി വെക്കൂ. ഈ കാസർഗോഡ് നിന്നും കന്യാകുമാരി നിന്നുള്ള ആൾക്കാർക്കൊക്കെ ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് കണ്ടില്ലെങ്കിൽ തിരിച്ച് വിഷമിച്ച് പോരേണ്ട കാര്യം വരില്ല. 2 മാസം കൂടുമ്പോഴും ഒരു പൊതുജന സമ്പർക്ക പരിപാടി വെക്കും. ജനങ്ങളെ കേൾക്കൂ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ലോ, അവർക്ക് പറയുവാനുള്ളത് കേൾക്കൂ. അപ്പോഴാണ് നമ്മൾ സുതാര്യമാകുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് അത് വരണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ശുദ്ധീകരണം വരുത്തണം. അത് വരുത്താതെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയോട് പറയുന്നത്, ആദ്യം ഈ ഓപ്പറേഷൻ തുഫാൻ വിജയിക്കണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു 9 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DGP ഉൾപ്പെടെ 9 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ള തെളിവുകൾ സഹിതം ഞാൻ തരാം. നടപടിയെടുക്കാൻ കഴിയുമോ? വെറുതെ പരാതി മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ പരാതിക്ക് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. സത്യസന്ധമായിട്ട് കാര്യം നടക്കണ്ടേ? അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അമർഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു 10-15 നിയമങ്ങൾ സർക്കാർ പാസ്സാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10-15 കാര്യങ്ങളിൽ നിയമം പാസ്സാക്കണം. ജനകീയമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിയമങ്ങൾ നിങ്ങൾ പാസ്സാക്കണം. ആ നിയമങ്ങൾ അനുസരിച്ച് ജനങ്ങളെ കേൾക്കണം, പരാതികൾ സ്വീകരിക്കണം, എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം. മുഖം നോക്കരുത്, ആളെ നോക്കരുത്, പദവി നോക്കരുത്. ഇപ്പോൾ നമ്മൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ കയ്യിലേക്ക് ഒരു കേസ് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യണത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിലും വലിയൊരാളാണ് എതിർകക്ഷിയെങ്കിൽ ആ എതിർകക്ഷിയെ നിയമപ്രകാരം ശിക്ഷിക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് താക്കീത് കൊടുത്ത് നിർത്തും. അതാണ് നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ പരിപാടി. ഞാൻ തെളിവ് തരാം. നടപടി എടുക്കാൻ പറ്റുമോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷന് പരാതി കൊടുക്കാൻ, അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ റൈറ്റ് ഇല്ല. ഹൈക്കോടതിയിൽ വേണം ഹർജി കൊടുക്കാൻ. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ എന്തായിരിക്കും അനുഭവം? അപ്പോൾ ജനങ്ങൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലവരായിക്കൊണ്ട് പരാതി സ്വീകരിച്ചിട്ട് ജനങ്ങളെ കേട്ട് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സുതാര്യമായ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജനങ്ങൾ എന്നും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ജനങ്ങളെ ചേർത്ത് നിർത്തണം. അവിടെ ജാതി മതം ഒന്നും പാടില്ല. ജനങ്ങളെ ചേർത്ത് നിർത്തണം. ഞാൻ ഈ നടരാജ്യ ഷോയിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ്. നമ്മളുടെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിച്ച ആരാധ്യനായ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ജഡ്ജിയുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു വിധിയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ളത്. വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി AM ബഷീർ സാറിനെ ഞാൻ ഈ നടരാജ്യ ഷോയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ബഹുമാനം, ആദരവ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. നീതി നടപ്പിലാകണമെങ്കിൽ ഇതുപോലെയുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ മുന്നോട്ട് വരണം. കാരണം വധശിക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത്
മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇപ്പം രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു പക്ഷേ ചിലപ്പോൾ ജീവപര്യന്തമായേക്കാം. പക്ഷെ എന്നിരുന്നാലും ആ കേസിൻ്റെ എല്ലാ മർമ്മപ്രധാനമായ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വധശിക്ഷയ്ക്ക് അർഹയാണ് ഗ്രീഷ്മ എന്ന ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട ജഡ്ജി AM ബഷീർ സാറ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ തേജോവധം ചെയ്ത് സംസാരിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നല്ലൊരു ന്യായാധിപനാണ് അദ്ദേഹം. നിങ്ങൾ ആരും അദ്ദേഹത്തെ ക്രൂശിക്കരുതെന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ വിദേശ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു പെൺകുട്ടി അവിടെ ചെന്നിട്ട് ഒരു അറബിയായിട്ടുള്ള സഹപാഠിയെ വെട്ടിനുറുക്കി പല കഷ്ണങ്ങളാക്കി മുറിച്ച് ചാക്കിൽ കെട്ടി വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ട ഒരു കേസുണ്ടായിരുന്നു. ആ സഹോദരിയെ വധശിക്ഷയിൽ നിന്ന്, തോക്ക് കയറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പണ്ഡിതന്മാരും ബിസിനസ്സുകാരുമൊക്കെ ആയിട്ടുള്ള, രാഷ്ട്രീയക്കാരുമൊക്കെ ആയിട്ടുള്ള പലരും പണപ്പിരിവുകളൊക്കെ നടത്തി ആ രാജ്യത്ത് പോയി കാണേണ്ടവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് വാർത്തയിലൂടെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിരവധി പിള്ളേര് വിവിധ ജയിലുകളിൽ യാതൊരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്ത് കിടക്കുന്നുള്ളതായിട്ടുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സഹോദരി സഹോദരന്മാര് ഒരു കുറ്റവും ചെയ്യാതെ ജയിലുകളിൽ കിടക്കുന്നവരും അവരുടെ ആ ബുദ്ധിമുട്ട് അങ്ങനെ കിടക്കുന്നവരുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി ഒരു സംരക്ഷണവും സഹായവും കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ വഴിക്ക് ഒന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള പിള്ളേരൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ, ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളും അവരുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന ആ പാവപ്പെട്ട സഹോദരങ്ങൾ, അത് ആണായാലും പെണ്ണായാലും ആരായാലും ജയിലുകളിൽ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തി അവരെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും കൂടിയുള്ള ഒരു കരുണ നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം കുറ്റവാളികൾ അനുദിനം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വധശിക്ഷയിൽ നിന്ന് അത് ജീവപര്യന്തമാക്കി മാറ്റി, അല്ലെങ്കിൽ അവരെ പിന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അത് വേണ്ടായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഈ വധശിക്ഷ ഒരു 3-4 അടുപ്പിച്ച് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പലരും പിന്നോട്ട് മാറും. അല്ലെങ്കിൽ ഈ കുറ്റവാളികളായിട്ടുള്ള, കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളായിട്ടുള്ളവർ മാനസാന്തരപ്പെട്ട് നല്ലവരായി ജീവിക്കുവാനായിട്ടുള്ള ഒരു സാന്നിധ്യത്തിലേക്ക് വരണം. ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 പേര് കിടക്കുന്ന ജയിൽ മുറിയിൽ ഇന്ന് 10, 15, 16 പേര് കിടക്കുന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാനസാന്തരം വന്ന് നന്നാവുന്നവർ എത്ര പേരുണ്ട്? കുറ്റം ചെയ്യാതിരിക്കണമെങ്കിൽ, കുറ്റകൃത്യങ്ങളിലേക്ക് ഒരു മനസ്സ് പോകാതിരിക്കണമെങ്കിൽ, കൊടും കുറ്റങ്ങൾ ചെയ്യുന്ന, കൊലപാതകം ഉൾപ്പെടെയുള്ള കൊടും കുറ്റങ്ങൾ ചെയ്യുന്നവരെ മരണം വരെ തൂക്കിക്കൊല്ലുവാനായിട്ടുള്ള വിധി ഇവിടെ ഉണ്ടാവണം. അവരെ മരണം വരെ തൂക്കിക്കൊല്ലുക തന്നെ വേണം. ആ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിൻ്റെ വേദനക്ക് പരിഹാരം ഉണ്ടാകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യാതൊരു കാരണവുമില്ലാതെ നിരപരാധികളെ കൊല ചെയ്യുന്നു. കൊല ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പലരും പരക്കം പാഞ്ഞു ഓടുന്നു. എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറ്റകൃത്യങ്ങളുടെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താ? നമ്മുടെ ഗവൺമെൻറ് ഒരു നിയമം അതിനുവേണ്ടി ശക്തമായിട്ട് കൊണ്ടുവരണം.
ശക്തമായിട്ടൊരു നിയമം കൊണ്ടുവരണം. പോലീസ് സ്റ്റേഷൻ തോറും, വില്ലേജുകൾ തോറും, താലൂക്ക് ഓഫീസുകൾ തോറും, പഞ്ചായത്തുകൾ തോറും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആ ആളുകളുടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കുവാൻ സർക്കാർ തയ്യാറാവണം. ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി സുതാര്യമായ രീതിയിൽ സർക്കാരിനെ അറിയിക്കുവാനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യണം. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ള മെമ്പർമാരും നേതാക്കന്മാരും ഒക്കെ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള കുറ്റം ചെയ്തിട്ടുള്ളവരെ സംരക്ഷിക്കാനേ നോക്കുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പോലീസുകാരും അത് തന്നെ ചെയ്യണേ. ഇവൻ നമ്മുടെ അസോസിയേഷനിൽപ്പെട്ടവൻ്റെ മകനാണോ, ഇവൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണോ, മറ്റതെങ്ങനെയാണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് നടപടിയിലേക്ക് കിടക്കുന്നത്. ഞാൻ തെളിവുകൾ തരാം നിങ്ങൾക്ക്, ഞാൻ തെളിവുകൾ തരാം. നിങ്ങൾ എൻ്റെ അടുത്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തെളിവുകൾ തരാം. നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മൂടുപടം മാത്രമാണ്, ഒരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. സർവീസിൽ നിന്നും നീക്കിയേക്കണം ആരായാലും. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട ജഡ്ജി AM ബഷീർ സാറിനെ പോലെയുള്ള ജഡ്ജിമാർ നമ്മൾക്കിവിടെ ഉണ്ടാവണം. അദ്ദേഹത്തിനെ ഞാൻ ഇങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ് എൻ്റെ ഹൃദയത്തോട്. നീതി നടപ്പിലാക്കി നാളെ അവർക്ക് ദയാഹർജി അംഗീകരിച്ച് കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കിട്ടിയാലും ബഷീർ സാറ് നിയമം നടപ്പിലാക്കി. ഞാൻ സന്തോഷിക്കുന്നു, അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഒരു നീതി നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ, ഒരു സന്തോഷം. ഞാനൊരു ജഡ്ജി ആയിരുന്നെങ്കിൽ ഒരു 15 പേരെങ്കിലും തൂക്കിക്കൊല്ലുവാൻ ഞാൻ വിധിച്ചേനെ. അത്രക്ക് മാത്രം കുറ്റം ചെയ്തിട്ടുള്ളവർ ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, തെളിവുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അധികാരമില്ല. അപ്പോൾ അധികാരമുള്ളവർ ആ അധികാരം അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുമ്പോൾ, ആ നീതി നടപ്പിലാക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ശരിയാകണമെങ്കിൽ നമ്മുടെ സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ചിന്തിച്ച് എന്നോട് പറയൂ. ഞാൻ കുറേ നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള, ജനകീയമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി കുറേ നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തരാം. അങ്ങ് സാവകാശം സമയം കിട്ടുമ്പോഴൊന്ന് വായിച്ചു നോക്കിയിട്ട് അങ്ങത് നല്ലതാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എനിക്ക് 5 പൈസ തരണ്ട. അങ്ങക്ക് സ്ഥിരമായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്ന് ഭരിക്കുവാനായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ ഞാൻ തരാം. എനിക്ക് 5 പൈസ തരണ്ട. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങക്കൊരു നല്ല ഭരണാധികാരിയാകുവാൻ സാധിക്കും. പക്ഷെ അങ്ങ് ഈ അവരും ഇവരും ഈ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനും ഇവരും ഒക്കെ പറയണത് കേട്ടല്ല പ്രവർത്തിക്കേണ്ടത്. ജനങ്ങളെ കണ്ട്, ജനങ്ങളുടെ മുഖത്ത് നോക്കി, ജനങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് ഭരിക്കൂ. ഞങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഞാൻ ഇമെയിൽ വഴി അങ്ങയ്ക്ക് ഞാനൊരു പരാതി അയച്ചിട്ട് അങ്ങ് മറുപടിയൊന്നും തന്നിട്ടില്ല. എന്നാലും എനിക്ക് വിരോധമില്ല. ചിലപ്പോൾ അത് വായിച്ച് കാണില്ലായിരിക്കാം. അങ്ങയുടെ പേഴ്സണൽ മെയിൽ ID-യിലേക്കാണ് ഞാൻ വിട്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ അങ്ങയോട് പറയുക, അങ്ങ് നന്നായിട്ട് ഭരിക്കുക. അങ്ങയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ അങ്ങ് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും മാറ്റം വരും. നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെയൊക്കെ നമ്മൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ പോരാ. വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, വയ്ക്കുക. ഓരോ ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പാർട്ടിക്കാരനായിട്ടുള്ള അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. പല പബ്ലിക് പ്രോസിക്യൂട്ടർമാരും വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ തെളിവ് തരാം. അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുമോ? ഞാൻ തെളിവുകൾ തരാം. പല പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ തെളിവ് തരാം. ഇതൊക്കെ നമ്മുടെ ജുഡീഷ്യറിയെ മൊത്തം ബാധിക്കുകയാണെന്നേ. ഞാൻ ഈ നീതി തേടി എന്ന ഷോയെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു. ആ ഷോ വിവിധ ചാനലുകളിൽ, 2 ചാനലുകളിൽ അത് നടക്കുന്നു.
അതുകൂടാതെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സർക്കാരിന് വേണ്ടി ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ഷെയ്ഖ് ഫരീദ് സാറിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഷാനവാസ് സാറ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഗാന്ധി മാർക്കത്തിൽ മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണ സന്ദേശ സമാധാന യാത്ര സൈക്കിൾ ചവിട്ടി ജയലളിത, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതാമ്മയുടെ വീട്ടിൽ പോയി, പോലീസ് ഗാർഡനിൽ പോയി നിവേദനം കൊടുത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ കേരളത്തിന് വേണ്ടി, നമ്മുടെ സർക്കാരിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി. അറിയാമോ അതെന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് എന്താ പറയുക, രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടാനും മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടാനും ആദരവ് കിട്ടാൻ വേണ്ടിയല്ല ഞാനത് ചെയ്തത്. എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് എൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് അങ്ങനെ തന്നെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സാറിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് 24 നിവേദനങ്ങൾ അടങ്ങുന്ന നിവേദനവുമായിട്ട് സൈക്കിളിൽ ജസ്റ്റിസ് ശംസുദ്ദീൻ സാർ ഉണ്ടായിരുന്നു, ഹൈക്കോടതി ജസ്റ്റിസ് ശംസുദ്ദീൻ സാറ്, അന്തരിച്ച വർഗീസ് കാട്ടിപ്പറമ്പൻ സാറ്, ബഹുമാനപ്പെട്ട നമ്മളുടെ ജോൺ പുതുവ അച്ഛൻ, വികാരി അച്ഛൻ, ടി കെ ചന്ദ്രൻ മാഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ സദസ്സിൽ വെച്ചിട്ട്, ആ സമ്മേളനത്തിൽ വെച്ചിട്ട് കൃഷ്ണയ്യർ സാറിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് സൈക്കിളിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് സമ്മതിച്ച ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നിവേദനം കൊടുത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്കിവിടെ DGP ആയാലും മുഖ്യമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും ഏത് മന്ത്രി ആയാലും ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷമായിട്ട് അവരെ ബഹുമാനിച്ച് അവർ തരുന്ന സ്വീകരണങ്ങൾ മേടിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നൊരു പതിവുകാരനാണ് ഞാൻ. കാലുവെട്ട്, കൈവെട്ട്, കുതികാലുവെട്ട്, കഞ്ചാവ്, വാക്കുമാറ്റം, ചാക്കുമാറ്റം, പരദൂഷണം പറച്ചിൽ, ചതി, വഞ്ചന, കൊള്ള, കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, പെൺവാണിഭം, ഇതൊന്നും നമ്മളിലില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ 90% ഉദ്യോഗസ്ഥന്മാരും എൻ്റെ ഈ അരികിലിരിക്കാൻ യോഗ്യരല്ല. സത്യം, ധർമ്മം, നീതി, മര്യാദ, സ്നേഹം, സാഹോദര്യം, ആ കാര്യത്തിൽ 100% പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. മനസ്സിലായോ? നിങ്ങൾ എന്ത് നടപടി, ഞാൻ ഈ ഷോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ പേരിൽ എന്ത് നടപടി എടുത്താലും എൻ്റെ പേരിൽ എന്നെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. അതിൻ്റെ പവർ എന്താണെന്നറിയാമോ? എനിക്ക് മുകളിൽ ഒരു ശക്തനായ ഭരണാധികാരിയുണ്ട്. ഞാൻ തോന്നിയവാസം കാണിക്കൂല, വൃത്തികേട് കാണിക്കൂല, അരുതാത്തതൊന്നും ചെയ്യൂല എന്നുള്ളത് ആ ഭരണാധികാരിക്ക് അറിയാം. എനിക്കെതിരെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മനസ്സിൽ ചിന്തിച്ചാൽ മതി. എനിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കണ്ട, മനസ്സിൽ ചിന്തിച്ചാലും മതി. നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. അത്രക്ക് പവറുള്ളൊരു ഭരണാധികാരി എനിക്ക് മുകളിലുണ്ട്. വേണമെന്ന് പരീക്ഷിച്ച് നോക്ക്. ഞാൻ പറയുന്ന വാക്കും ഞാൻ പ്രവർത്തിക്കുന്നതും എല്ലാം, ഞാൻ ജീവിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനവൻ സുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖമായി വരയണം. അത് ഒന്ന് മനസ്സിലാക്ക്. ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ ഒന്ന് ശരിക്കൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ഭരിക്കാൻ നോക്ക്. ഞങ്ങളെ എന്നും ചേർത്ത് നിർത്തുകയാണ് നന്നാകാൻ വേണ്ടി, നശിച്ചു പോകാൻ വേണ്ടിയല്ല, നന്നാകാൻ വേണ്ടി. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം എന്താണെന്നറിയാമോ? 5 കൊല്ലം ഭരിക്കും. ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ വീട്ടിലേക്ക് NIA, ED, കസ്റ്റംസും ക്രൈംബ്രാഞ്ചും ഒക്കെ അങ്ങ് ചെല്ലാൻ തുടങ്ങും. നല്ല ഭരണത്തിൻ്റെ ഫലമാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ നല്ല ഭരണാധികാരിയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ചുമന്നുകൊണ്ട് നടക്കാൻ കുറേ ആളുകളുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തണം. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും നമുക്ക് വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോലും അവർ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഭരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ഒരാളാണ് ഞാനൊരു ഗാന്ധിയനാണ്. പലതും എനിക്ക് പറയാനുണ്ട് ഷോയിലൂടെ.
അതൊക്കെ ഞാൻ പറയാം. ഞാൻ പല സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട അന്തരിച്ച ആരാധ്യനായ മുഖ്യമന്ത്രി E.K. നായനാർ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഞാൻ ഉപവാസം കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉപവാസം അവസാനിപ്പിച്ച് അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് വിളിച്ചു നിരാഹാരം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് നിരാഹാരം അവസാനിപ്പിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് എനിക്ക് പോരുവാനുള്ള വണ്ടിക്കൂലിയും നാരങ്ങ വെള്ളം കൂടി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിരാഹാരമൊക്കെ കിടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, ഇത്തിരി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പോകണം, പൈസ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ആളെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഭയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മുകളിൽ എനിക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും തരുന്ന, എന്നെ താങ്ങി നിർത്തിയിട്ടുള്ള ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപനുണ്ട്, നീതിമാനായ ഒരു ന്യായാധിപനുണ്ട്. എനിക്കെതിരെ ദോഷമായിട്ട് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വധശിക്ഷ തരൂ എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. എന്നെ ശിക്ഷിക്കൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറ്റം ചെയ്യാറില്ല. ഞാൻ കുറ്റം ചെയ്യാറില്ല. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നത് ആരായാലും അവർക്കെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കും. നീതി നടപ്പിലാക്കേണ്ട ആളുകൾ പലരും കള്ളന്മാരാണെങ്കിൽ നീതി നടപ്പിലാക്കില്ല, പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മന്ത്രിമാരുൾപ്പെടെ MLA മാരുൾപ്പെടെ എല്ലാവരും നീതിപൂർവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിൽ പ്രവർത്തിക്കൂ, ഈ കേരളവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ 5 കൊല്ലം ഇങ്ങനെ പോവും. ഭരിച്ച് 5 കൊല്ലം ഭരിച്ച് കാലവും കടന്നു പോകും. ഈ കാത്തിരിക്കുന്ന മനുഷ്യരും അവസാനം മരിച്ചു പോകും. അങ്ങനെ ആയിത്തീരും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ മാറ്റം വരുത്തുവിൻ. മാറ്റം വരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഷോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ. നന്ദി, നമസ്കാരം.